ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 9. മോദി സർക്കാരിനെതിരെ കേരളത്തിന്റെ മുന്നറിയിപ്പ്. വികസനത്തിലും മാനവ വിഭവശേഷിയിലും അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെയുള്ള ബദൽ നയങ്ങൾ നടപ്പാക്കുന്നതിലും കേരളം എന്നും രാജ്യത്തിന് വഴികാട്ടിയായിരുന്നു. കേരളത്തിന്റെ വികസന മാതൃക പകർത്താൻ പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്താനുമുള്ള പോരാട്ടങ്ങളെ ഇടതുപക്ഷ സർക്കാരുകൾ മുന്നിൽ നിന്നും നയിച്ചിരുന്നു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധവും വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്നതുമായ കാർഷിക നിയമങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം, പൗരത്വ രജിസ്റ്റർ, ഏക സിവിൽ കോഡ് തുടങ്ങിയ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാരുകളുമായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും ഗവർണർമാരെ ഉപയോഗിച്ചും തകർക്കുന്നതിനെതിരെയുള്ള സമരവും. നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാര നടപടിക്കും ധനവിവേചനത്തിനുമെതിരെ കേരളം വ്യാഴാഴ്ച ഡൽഹിയിൽ സംഘടിപ്പിച്ച സമരം സമാനതകളില്ലാത്തതായി. രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും LDF ഘടകകക്ഷി നേതാക്കളും അണിനിരന്ന സമരം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ചരിത്ര ദിനമായി രേഖപ്പെടുത്തും. കേരളത്തിന്റെ മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും ഫെഡറലിസവും സംരക്ഷിക്കാനായി LDF സർക്കാർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരന്ന് സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. വിഭവ കൈമാറ്റം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും അല്ലാതെ ആരുടെയും ഔദാര്യമല്ലെന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രഖ്യാപനമാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കേൾക്കാനായത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴാളന്മാരല്ലെന്ന പ്രഖ്യാപനം കൂടിയായി ഡൽഹിയിലെ കേരളത്തിന്റെ പോരാട്ടം. നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ധനകമ്മീഷനുകളെ മുൻനിർത്തി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധവും കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ തത്വലംഘനങ്ങൾക്കെതിരായ പുതിയൊരു സമര സഖ്യവുമായി അത് മാറി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ, തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, സമാജ്വാദി പാർട്ടി രാജ്യസഭാംഗം കപിൽ സിബൽ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലൂടെ അതിജീവനത്തിനായുള്ള കേരളത്തിന്റെ പോരാട്ടത്തിന് ദേശീയ തലത്തിൽ അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിച്ചത്. ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കായി ഒന്നിച്ചു പോരാടണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനെ ആവർത്തിച്ചു ബോധ്യപ്പെടുത്താനും സമരത്തിലൂടെ സാധിച്ചു. കേരളത്തിന്റെ സമരപ്രഖ്യാപനത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കർണാടകം ബുധനാഴ്ച ഡൽഹിയിൽ സമരം നടത്തിയിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും ഞെരുക്കുകയാണെന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MP-മാരും MLA-മാരും ജന്തർ മന്ദിറിൽ നടത്തിയ സമരം. ഡൽഹിയിലെ സമരത്തിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ മകനും മന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെ എന്നിവർ കേരളത്തിന്റെ സമരം ന്യായമാണെന്നും അതിനെ പിന്തുണയ്ക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. കേരളവും കർണാടകവും ഒരേ പ്രശ്നമാണ് നേരിടുന്നതെന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത്. കോൺഗ്രസിന്റെ ദേശീയ പ്രതിനിധികൾ കേരളത്തിന്റെ സമര കേന്ദ്രത്തിൽ എത്തിയില്ലെങ്കിലും കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള LDF സർക്കാരിന്റെ ഡൽഹി സമരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പിന്തുണച്ചു. കേരളത്തിന്റെ സമരം ന്യായമാണെന്നും കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്നുമാണ് ഖാർഗെ പറഞ്ഞത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. കേരളത്തെ തകർക്കുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ LDF സമരം നടത്തുമ്പോൾ BJP സർക്കാരിനെ സംരക്ഷിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസും UDF-ഉം. വിശാലമായ കൂട്ടായ്മ സൃഷ്ടിച്ച് മോദി സർക്കാരിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമായ ഘട്ടമാണിത്. ഇക്കാര്യം പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മോദിക്കെതിരായ യോജിച്ച പോരാട്ടത്തിന് തടസ്സം നിൽക്കുകയാണ്. കേരളത്തിലെ നേതാക്കളെ മുൻനിർത്തി എങ്ങനെയാണ് BJP-യെ നേരിടാനാവുകയെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. കർണാടകത്തിന്റെ സമരത്തെ ന്യായമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ സമരത്തെ തള്ളിപ്പറഞ്ഞതിലൂടെ 3.5 കോടി മലയാളികളെയാണ് അപമാനിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ അവകാശത്തിനൊപ്പം നിൽക്കാത്ത കോൺഗ്രസിനെയും UDF-നെയും ജനങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും.